ഗൈസ് ദ വെയിറ്റ് ഈസ് ഓവർ, ദ ടൈം ഹാസ് കം. ഭയം ഭക്തി ബഹുമാനം, നമ്മുടെ സ്വന്തം ദിലീപ് ഏട്ടന്റെ പടം ഇന്നലെ മുതൽ, ശരിക്കും പറഞ്ഞാൽ ഒരു മാസം മുമ്പേ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. ജൂലൈ 4 മേജർ അപ്ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ സമയം മുതൽ ഈ ദിവസം ഈ ടൈമിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നലെ എഗെയിൻ ഒരു പോസ്റ്റ്, ഇന്ന് 6 മണിക്ക് എന്നുള്ളത്, ഇന്ന് 6 മണിക്കാണ് അപ്ഡേറ്റ് എന്നുള്ളത്. 6 മണിയാകുമ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ 6:30 ഇപ്പൊ വന്നത്. ഏതായാലും ബബ്ബയുടെ ഒഫീഷ്യൽ ടീസർ ആണ് ഇറക്കി വിട്ടിരിക്കുന്നത്. എത്ര സർപ്രൈസ് ഉണ്ട്, എന്തൊക്കെ എലമെന്റ് ഉണ്ടെന്ന് ഒന്നും അറിയില്ല. നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അയാൾ ഉണ്ടോന്ന് അറിയണം. ഒന്നും വെരി മച്ച് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ തീപ്പൊരി എക്സൈറ്റ്മെന്റിലാണ്. സോ ലെറ്റ്സ് ഗെറ്റ് വാച്ച് ബബ്ബ. 1 മിനിറ്റ് 38 സെക്കൻഡ് കത്തിക്കലാണോ അറിയില്ല. ലെറ്റ്സ് വാച്ച് ഹിയർ മാൻ, ലെറ്റ്സ് ഗോ. സത്യം പറഞ്ഞ ഈ ലോകത്ത് എല്ലാവർക്കും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. ഏടോ തനിക്കറിയാലോ ആരാ വരാൻ പോകുന്നതെന്ന്? ഓ, മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാർ. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത. പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. ഇനിയാണ് എന്റെ ഷോ. I will take you to the miraculous universe of the most wanted person you are searching for. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. Man, ഗൈസ്, ലാലേട്ടൻ ഇല്ല, ലാലേട്ടൻ ടീസറിലില്ല. എൻ്റെ മോനെ ജാതി. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് ലാലേട്ടൻ്റെ ഒരു മുഖം കാണിക്കും എന്നുള്ളതാണ്. ബിക്കോസ് ഇത് 100% ഉറപ്പാണ് ലാലേട്ടൻ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ടീസറിൽ കാണിച്ചിട്ടില്ല. ഇത് തള്ളിയതാണ്. തള്ളല്ല. എന്തായാലും ലാലേട്ടൻ ഉണ്ട് എന്നുള്ളത് ഈവൻ ദിലീപ് വരെ പറഞ്ഞതാണ്. ഞാൻ പെട്ടെന്ന് ദിലീപിന്റെ ആ ഒരു കറുത്ത സംഭവത്തിൽ സൂട്ടിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ലാലേട്ടനാണ്. ബിക്കോസ് ലാലേട്ടനെ കുറച്ച് ആ ബ്ലാക്ക് സൂട്ടിലുള്ള സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം വൈറലായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ലുക്കിൽ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, ഇത് ലാലേട്ടനാണോ എന്ന്. പക്ഷെ ലാലേട്ടനല്ല, ദിലീപായിരുന്നു. ഏതായാലും ഒരു ഫണ്ട് റൈഡാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഫണ്ട് റൈഡ്, അതിൽ എന്തൊക്കെയോ ത്രില്ലിങ് എലമെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ആക്ഷൻ, ഒരു ഫൺ സംഭവങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഏതായാലും മാസ് ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലിങ് സാധനങ്ങളുണ്ട്, ആക്ഷൻസ് ഉണ്ട്, മരണമാസ സംഭവങ്ങളേക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും എനിക്ക് തോന്നുന്നു ദിലീപ് ഏട്ടന്റെ ഒരു ട്രാക്ക് മാറ്റൽ സംഭവം ഉണ്ടല്ലോ, ആ ട്രാക്ക് മാറ്റൽ സംഭവത്തിന്റെ ഒരു മുന്നോടിയായിട്ട് ഇറക്കാൻ പോകുന്ന ഒരു സംഭവം, അതിന്റെ ഒരു ട്രാക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സിനിമയാണ് ഭയം ഭക്തി ബഹുമാനം. ഏതായാലും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് കാര്യങ്ങൾ. ലുക്കൊക്കെ കിടുവാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മക്കളെ, ലാലേട്ടനെ നിങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു. വിനീത് ശ്രീനിവാസൻ വില്ലൻ ലുക്കൊക്കെ വരുന്നുണ്ട്. വില്ലൻ ആണോ എന്നറിയില്ല, ഇനി വേറെ വില്ലന്മാരുണ്ടോ എന്നറിയില്ല. ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്. പക്ഷെ നമുക്ക് കാണേണ്ട ആൾ ഇതൊന്നും ആയിരുന്നില്ല. ദാറ്റ് വൺ മാൻ, ദ എൽ ബ്രാൻഡ് ലാലേട്ടൻ, ദ മോഹൻലാൽ, വൺ ആൻഡ് ഓൺലി, അല്ലേ? പക്ഷെ ഒരു മുഖം പോലും ഒരു സംഭവം പോലും കാണിച്ചില്ല. ഈവൻ ജനപ്രിയ നായകൻ ദിലീപിന്റെ ഇൻട്രോ സംഭവം ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു സംഭവം കാണിക്കുന്നത്, അത് ഈ ടീസറിൽ അങ്ങനെ ഉണ്ടായില്ല. ലാസ്റ്റ് ആ ഒരു ലുക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ആ ഒരു ബ്ലാക്ക് സംഭവം. മക്കളെ, ദിലീപ് ഏട്ടന്റെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് പടങ്ങളിൽ, രാമലീലൊക്കെ കഴിഞ്ഞ് ഏറ്റവും എനർജറ്റിക് ആയ ഒരു ഫേസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. റൺവേലെ പോലെ അല്ലെങ്കിൽ രാമലീലയെ പോലെ, അതിനേക്കാളും കുറച്ച് സ്ലിമ്മായി, ഭയങ്കര ടോണായി, ബോഡിയൊക്കെ ഭയങ്കര ടോണായി, അതേപോലെ ഒരു സംഭവം, ഭയങ്കര എനർജി, ഫുൾ എനർജിയാണ് ദിലീപ് ഏട്ടൻ. കുറെ കാലങ്ങളായി ഇങ്ങനത്തെ ഒരു ദിലീപ് ഏട്ടനെ കണ്ടത്. ഈ ദിലീപ് ഏട്ടനെയാണ് നമ്മളും ദിലീപ് ഏട്ടന്റെ ഫാൻസും
സിനിമ ഇഷ്ടപ്പെടുന്ന ദിലീപേട്ടൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഈ ഒരു സംഭവം കാണാനായിരിക്കും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇതാണ് ആ ട്രാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ട്രാക്ക് മാറ്റുള്ള ഒരു സംഭവം ഇതാണ്, അഴിഞ്ഞാട്ടമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു സ്വാഗും എവിടെയും വിട്ടു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന കുറെ സീൻസുകളും കാര്യങ്ങളും കട്ട്സുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ദിലീപേട്ടൻ തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് പറയുന്നത് 100% ഈ ബബ്ബ ടീസറും കൂടി കാണുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഒരു എനർജറ്റിക്, ഒരു മാസ്, ഒരു സ്വാഗ് സംഭവം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടെ കുറച്ച് കോമഡിയും ത്രില്ലിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു മാസ് സംഭവം, ആക്ഷൻ ആ ഒരു 2-3 സെക്കൻഡ്സ് ആക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒരു സംഭവം, ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം, ആ ഞെട്ടിപ്പിക്കുന്ന സംഭവം, ആ ഒരു അഴിഞ്ഞാട്ട സംഭവം ഏതായാലും ടീസറിലുണ്ട് മക്കളെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേർ ഈസ് ദ കൊമ്പൻ, കൂട്ടത്തിലെ കൊമ്പൻ എവിടെ എന്ന് തന്നെയാണ് ചോദ്യം. ഇതിന് കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുമ്പോൾ കാണാം. ഏതായാലും ഇത് എന്തായാലും സോഷ്യൽ മീഡിയ കത്തിക്കാൻ പോകുന്ന ഐറ്റം തന്നെയാണ്. ഇത് കത്തിക്കൊണ്ടിരിക്കും. യൂട്യൂബിൽ അറിയിട്ട് ജസ്റ്റ് 30 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. കുറെ ആൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഏതായാലും വന്നിട്ടുണ്ട്. ഇനി സോഷ്യൽ മീഡിയയിൽ കാണാം ഇതിന്റെ കളികളിൽ ദിലീപേട്ടന്റെ വരവ്, ഒരു 2ാം വരവ് തയ്യാറാവുക. കാണാം, കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരട്ടെ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.